വെൽക്കം ബാക്ക് ടു എഡ്യൂവാലറ്റ് +2 കെമിസ്ട്രി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഒന്നാമത്തെ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ കുറേ പ്രോബ്ലംസ് ഒക്കെ വരുന്ന കുറേ ഇക്വേഷൻസും കുറേ ഡെഫിനേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് ആണ്, മൊളാലിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു. ഇനി ഈ പാഠത്തിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് സോൾബിലിറ്റി. ഇത് ഫോക്കസ് ഏരിയയിൽ ഉണ്ടായിരിക്കും. എന്തായാലും കഴിഞ്ഞ വർഷം നമുക്ക് ഈ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഒപ്പം പഠിക്കാൻ പറ്റും. വലിയ വലിയ ഡെഫിനേഷൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്കിത് പഠിച്ചെടുക്കാം കേട്ടോ. ഒപ്പം നിങ്ങളൊരു കുറച്ച് ടൈം നിങ്ങളിപ്പോൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് എന്താണ് സോൾബിലിറ്റി എന്നുള്ളതാണ് കേട്ടോ. സോൾബിൾ ആവാന്നൊക്കെ പറഞ്ഞാൽ എന്താ, ലയിച്ച് ചേരുക അല്ലേ. നമ്മളിപ്പോൾ ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടു. ആ ഉപ്പിടുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അതങ്ങനെ ലയിച്ചു പോകും. കുറച്ചും കൂടി ഇട്ടു, അപ്പോൾ ഒന്നുകൂടി ലയിക്കും. നമ്മളിങ്ങനെ 4, 5, 6 കുറേ സ്പൂണൊക്കെ ഇട്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ ലയിച്ച് ചേർന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മളൊരു 10, 20 എണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും കുറേ നമ്മൾ ഇനിയും ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് ലയിക്കുമോ? ഇല്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതാണ് സോൾബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാക്സിമം എമൗണ്ട് ഒരു വെള്ളമോ ഏതെങ്കിലും സൊല്യൂഷൻ നമ്മൾ എടുത്താലേ അതിൽ എത്രത്തോളം സൊല്യൂട്ട് ലയിക്കും, ആ എമൗണ്ട് ആണ് സോൾബിലിറ്റി എന്ന് പറഞ്ഞാൽ. മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് സോൾവെൻറ്റ് നമ്മളൊരു സ്പെസിഫൈഡ് എമൗണ്ട് എടുത്തു. ഇപ്പോൾ 100 ലിറ്റർ വെള്ളം എടുത്തു, 100 മില്ലി വെള്ളം എടുത്തു. അങ്ങനെ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് നമ്മൾ സോൾവെൻറ്റ് എടുത്തിട്ട് അതിൽ എത്രത്തോളം നമുക്ക് ഒരു സൊല്യൂട്ട് ലയിച്ച് ചേർക്കാൻ പറ്റും, അതിൻ്റെ മാക്സിമം എമൗണ്ട് ആണ് സോൾബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാക്സിമം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്, ലയിച്ച് ചേരുക ഏതിലാണ്, ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. അപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ അതിനുണ്ടെന്ന് വിചാരിക്കുക. ആ ടെമ്പറേച്ചറിൽ എത്രത്തോളം സൊല്യൂട്ട് അതിൽ ലയിച്ച് ചേരുന്നുണ്ട്, ഡിസോൾവ് ചെയ്യുന്നുണ്ട്, ആ എമൗണ്ട് ആണ് എന്ത്, സോൾബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇനി സോൾബിലിറ്റി എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്. ഒന്നാമത്തെ ഫാക്ടർ നേച്ചർ ഓഫ് സൊല്യൂട്ട്. നമ്മൾ ആഡ് ചെയ്യുന്ന ഉപ്പാണെങ്കിൽ ആ ഉപ്പിൻ്റെ നേച്ചർ നോക്കും. എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് സോൾബിലിറ്റി മാറിക്കൊണ്ടിരിക്കും. അല്ലാണ്ട് ഉപ്പ് ഇപ്പോൾ കുറേ നമ്മളൊരു 10 സ്പൂൺ ഇട്ടു പിന്നെ ലയിക്കുന്നില്ല എന്നാവും. പക്ഷെ വേറെ വല്ല ഐറ്റംസ് നമ്മൾ ഇതുപോലെ ഇടുകയാണെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്താണോ അതിനനുസരിച്ച് അത് സോൾബിൾ ആവും. സോ നമ്മൾ ആ ഇടുന്ന സൊല്യൂട്ടിൻ്റെ നേച്ചർ, സ്വഭാവം നോക്കണം. അതുപോലെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഏതിലാണോ ഈ സൊല്യൂട്ട് കൊണ്ടുപോയി ഇടുന്നത് അതാണ് സോൾവെന്റ്. ആ സോൾവെന്റിന്റെ സ്വഭാവം അനുസരിച്ചും ഈ സോൾബിലിറ്റി മാറിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഒരുപോലെ അല്ല സോൾബിൾ ആവുക. ദെൻ ടെമ്പറേച്ചറും പ്രഷറിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്തോറും നമുക്കൊരു പോയിന്റ്, ടെമ്പറേച്ചർ കൂടുന്തോറും സോൾബിലിറ്റി കൂടും. നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്കൊക്കെയാണ് ഈ ഉപ്പിടണമെങ്കിൽ വേഗം സോൾബിൾ ആവും. അതുപോലെ തന്നെ പ്രഷറും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പ്രഷറിനെ കുറിച്ചിട്ട് നമുക്ക് വേറെ പഠിക്കുന്നുണ്ട്. സോ എന്താണ് സോൾബിലിറ്റി, എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോൾബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ 4 എണ്ണം. ഇവിടെ നമുക്ക് 4ാമത്തെ പോയിന്റ് ആയിട്ട് പ്രഷർ. ഈ 4 കാര്യങ്ങളാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സോൾബിലിറ്റി തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് സോൾബിലിറ്റീസ് ഉണ്ട്. സോൾബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്, സോൾബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. നമ്മളിതിൽ മോർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇതാണ്, ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്. കഴിഞ്ഞ ഫോക്കസ് ഏരിയയിലൊക്കെ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പക്ഷെ നമുക്കിത് ജസ്റ്റ് പറഞ്ഞു പോവാം. എന്താണ് സോൾബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞു പോവാം. സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏതെങ്കിലും ഒരു സോളിഡ്, ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര, അങ്ങനെ ഏതെങ്കിലും ഒരു സോളിഡ് നമ്മൾ ലിക്വിഡിലോട്ട് ഇങ്ങനെ ഇടാന്ന് വിചാരിക്കുക. അതാണ് സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലുള്ള നമുക്കൊരു പോയിന്റ് ഇതാണ്, ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ സബ്സ്റ്റൻസ് ആണെങ്കിൽ, അതായത് ഒരേപോലത്തെ സോളിഡ് ഒരേപോലത്തെ സോൾവെന്റിൽ ലയിക്കുക. അതാണ് ലൈക്ക് ഡിസോൾവ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നോൺ പോളാറും പോളാർ എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് പോളാർ സബ്സ്റ്റൻസ് പോളാർ സോൾവെന്റിൽ ലയിക്കുള്ളൂ. അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു പോളാറാ. ആ വെള്ളത്തിൽ നമ്മൾ ഓയിൽ കൊണ്ടുപോയി ഒഴിക്കാൻ നോക്കിയാൽ അത് ഡിസോൾവ് ചെയ്യുക. അതിങ്ങനെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും, അത് ഡിസോൾവ് ചെയ്യില്ല. അതിന് കാരണം എന്താ, വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഒരു പോളാറാണ്, പക്ഷെ ഓയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു നോൺ പോളാറാണ്. ഇത് ലയിക്കില്ല, ഡിസോൾവ് ചെയ്യില്ല. അതാണ് ഇവിടെ പറയുന്നത് ലൈക്ക് ഡിസോൾവ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ മാത്രമേ ലയിക്കുള്ളൂ. അതായത് പോളാർ എന്ന് പറയുന്നത് നമ്മളൊരു സോൾവെന്റ് എടുത്താൽ അതിൽ പോളാർ സബ്സ്റ്റൻസ് മാത്രമേ ലയിക്കുള്ളൂ.
ആയിരിക്കുള്ളൂ. നോൺ പോളാറിലോ നോൺ പോളാർ മാത്രമേ അതിൽ ഡിസോൾവ് ചെയ്യുള്ളൂ. ഇതാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പോളാർ സബ്സ്റ്റൻസിലെ പോളാർ മാത്രമേ, ഇപ്പോൾ വാട്ടറിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ അതൊക്കെ എന്താവും ഡിസോൾവ് ചെയ്യും. പക്ഷെ ഇതുപോലത്തെ എന്തെങ്കിലും നാഫ്തലീനോ അല്ലെങ്കിൽ വേറെ നമ്മളിപ്പോൾ ഓയിലോ ഇതൊന്നും പോളാറിൽ വെള്ളത്തിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ ഒരേപോലത്തെ സബ്സ്റ്റൻസ് പോളാർ ആണെങ്കിൽ പോളാറിൽ മാത്രമേ അത് ഡിസോൾവ് ചെയ്യുള്ളൂ. നോൺ പോളാർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻ്റ് ആണെങ്കിൽ അത് നോൺ പോളാർ എന്ന് പറയുന്ന സോൾവെന്റിൽ മാത്രമേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഡിസോൾവ് ആവുള്ളൂ. അടുത്തൊരു പോയിന്റ് ആണ് അൺസാറ്റുറേറ്റഡ് സൊല്യൂഷനും സാറ്റുറേറ്റഡ് സൊല്യൂഷനും. അൺസാറ്റുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ സൊല്യൂട്ട്, നമുക്കതിൽ ഇനിയും കുറേ സൊല്യൂട്ട് നമുക്കതിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റും. അതായത് എ സൊല്യൂഷൻ ഇൻ വിച്ച് മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ്. നമുക്ക് ആ ഒരു സൊല്യൂഷനിൽ ഇനിയും നമുക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസോൾവ് ആക്കാൻ പറ്റും. അത്തരം സൊല്യൂഷൻസ് ആണ് അൺസാറ്റുറേറ്റഡ്. അൺസാറ്റുറേറ്റഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല, അത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇനിയും അതിന് ചാൻസ് ഉണ്ട്. സാറ്റുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് കംപ്ലീറ്റ് ആയി, അത് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോ മോർ സൊല്യൂട്ട്. അതാണ് അതിൽ ഇൻ എ സൊല്യൂഷൻ. സാറ്റുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എ സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്. ഇനിയും സൊല്യൂട്ട് നമുക്ക് അതിലേക്ക് ഇനി ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അൺസാറ്റുറേറ്റഡും സാറ്റുറേറ്റഡ് എന്ന് പറയുന്ന സൊല്യൂഷൻസ്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെ സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ലിക്വിഡ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ലിക്വിഡിൽ എത്രത്തോളം സോളിഡ് ഡിസോൾവ് ആവും അല്ലെങ്കിൽ സോളിബിൾ ആവും. അതിൽ നമുക്ക് അറിഞ്ഞിരിക്കുന്ന ഒന്നാണ് ടെമ്പറേച്ചർ കൂടുന്നോറും, അതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ അവിടെ സോളിബിലിറ്റി കൂടും. ഓക്കെ, അപ്പോൾ എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ടെമ്പറേച്ചർ അങ്ങോട്ട് കൊടുക്കുക. എന്തെങ്കിലും നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ അങ്ങോട്ട് കൊടുത്തിട്ടാണ്. എൻഡോ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇങ്ങോട്ട് വാങ്ങുക, എൻ്റെ എന്നുള്ളൊരു മീനിങ്. അപ്പോൾ അത് അങ്ങനെയല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെന്ന് അർത്ഥം, അതായത് അതിന് ടെമ്പറേച്ചർ ആവശ്യമാണ്. ടെമ്പറേച്ചർ അങ്ങോട്ട് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ഇതുപോലത്തെ വല്ല സോളിബിൾ ആവുന്ന വല്ല കേസൊക്കെ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടുന്തോറും അവിടുത്തെ സോളിബിലിറ്റി കൂടി വരും. അതായത് നമ്മളിപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ചൂടാക്കി, അപ്പോൾ നമ്മൾ ആ വെള്ളത്തിന് ചൂട് കൊടുക്കുകയാണ് അങ്ങോട്ട്, അല്ലേ, എൻഡോതെർമിക് എന്നാണ് പറയുക. അങ്ങനെയുള്ള ഒരു സോളിബിലിറ്റി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ, വെള്ളം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം അത് ഡിസോൾവ് ചെയ്യും, അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ്, എൻഡോതെർമിക്കാണ്. നമ്മൾ അങ്ങോട്ട് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അവിടെ സോളിബിലിറ്റി കൂടും. സോ എൻഡോതെർമിക് ആയിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ സോളിബിലിറ്റി ഒക്കെ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും തോറും സോളിബിലിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എക്സോതെർമിക് ആണെങ്കിൽ എന്താണ്, അവിടെ ടെമ്പറേച്ചർ കൂടുന്തോറും അവിടെ സോളിബിലിറ്റിയിലൊന്നും കൂടില്ല, അത് കുറയും. എക്സോതെർമിക് ആണെങ്കിൽ അത് കുറയും. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. സോളിബിലിറ്റി ഇൻക്രീസസ് with the increase in temperature if the reaction is endothermic. Endothermic reaction ആണെങ്കിൽ solubility കൂടും, temperature കൂടുന്തോറും. So temperature increases, solubility increases in endothermic reaction. In exothermic reaction എന്ന് പറഞ്ഞാൽ solubility decrease ചെയ്യും. എക്സോലെ ഡിക്രീസ് ചെയ്യും എന്ന് പറയാം. ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി പ്രഷറിന് ഒരു എഫക്റ്റും ഇല്ല. നമ്മൾ ഇതുപോലെ ഒരു ലിക്വിഡിൽ സോളിഡ് ഇടാണ്, ഇപ്പോൾ ഉപ്പ് ഇടുകയാണെങ്കിൽ അവിടെ പ്രഷറിന് വലിയ പ്രസൻസ് ഒന്നുമില്ല. പ്രഷർ കൂട്ടിയാലും കുറച്ചാലും ഒന്നും അവിടെ സോളിബിലിറ്റി, ആ ലയിച്ച് ചേരുന്ന പ്രക്രിയനെ അത് യാതൊരു തരത്തിലും അത് ബാധിക്കില്ല. അപ്പോൾ ഇതാണ് എന്ത്, സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിനി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലോ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 2-3 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ഇതാണ്, സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്സ്. സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ നമ്മൾ പ്രഷർ കൂട്ടിയാലും ടെമ്പറേച്ചർ കൂട്ടിയാലും ഒക്കെ ചില മാറ്റങ്ങളൊക്കെ സോളിബിലിറ്റിക്ക് ബാധിക്കും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഒരു ഗ്യാസാണ് നമ്മൾ ലിക്വിഡിൽ പോയിട്ട് ഇടുന്നത്. നമ്മളൊരു വെള്ളം എടുത്തിട്ട് അതിൽ വല്ല ഓക്സിജനോ നൈട്രജനോ ഒക്കെ ആഡ് ചെയ്യുക. അതാണ് സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നമുക്ക് ആദ്യം പ്രഷർ നോക്കി നോക്കാം. അതായത് പ്രഷറിൻ്റെ പ്രസൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിചാരിക്കാം ഇതിപ്പോൾ വാട്ടറാണ് കേട്ടോ, ഇതിന് മുകളിൽ നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്തു. അപ്പോൾ ഇത് ലിക്വിഡാണ്. നമ്മൾ ഈ ലിക്വിഡിലോട്ട് എന്ത് ആഡ് ചെയ്തു, ഒരു ഗ്യാസ് ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ആദ്യം കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതിന് പകരം കുറച്ചും കൂടി ഇതിപ്പോൾ ഒരു വെയിറ്റ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ടു, അതായത് പ്രഷർ ഒന്നും കൂട്ടി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി വെയിറ്റ് മുകളിൽ ഇങ്ങനെ ഇട്ടു. അതായത് ആ ഗ്യാസിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഭാരമുള്ള കുറേ വെയിറ്റുകൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ടു. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്, പ്രഷർ കൂടും, അല്ലെ. അടിയിലേക്ക് വരുന്ന ഞാനിങ്ങനെ വെയിറ്റ് ഇടുന്തോറും ഈ പ്രഷർ അടിയിലേക്ക് ഇങ്ങനെ കൂടും. സോ പ്രഷർ ഇങ്ങനെ കൂടുന്തോറും ഈ വെയിറ്റ് കൂടിയത് കൊണ്ട് ഈ ഗ്യാസ് എന്ത് ചെയ്യും, ലിക്വിഡിലോട്ട് ഇങ്ങനെ അമരും, അല്ലെ. അമർത്തി എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഗ്യാസ് ലിക്വിഡായിട്ട് ഇങ്ങനെ ഇപ്പോൾ കൂടി ചേർന്നിട്ടുണ്ടാവും. അതായത് സോളിബിലിറ്റി കൂടിയിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ പറഞ്ഞ കാര്യം. പ്രഷർ കൂടുന്തോറും
പ്രഷർ കൂടുന്തോറും അതിൻ്റെ സോലിബിലിറ്റി കൂടും. ഏത് കേസിലെ? ഗ്യാസിൻ്റെ ലിക്വിഡ്, നമ്മളൊരു ഗ്യാസ് ലിക്വിഡിൽ ആഡ് ചെയ്യുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴും പ്രഷർ എത്രത്തോളം ഇൻക്രീസ് ചെയ്തോ അത്രത്തോളം അത് സോലിബിൾ ആവും. ഗ്യാസും ലിക്വിഡും കൂടി ചേർന്ന് സോലിബിൾ ആവും. അപ്പോൾ ഇത് പറഞ്ഞത് ഹെൻറി എന്ന് പറയുന്ന ഒരു സയനിസ്റ്റാണ്. ഹെൻറീസ് ലോ പ്രകാരം പറയുന്നത് ഇതാണ്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ്, നമ്മളെപ്പോഴും ഒരു ലോ എഴുതുമ്പോൾ പറയാം ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ്. ലോ എന്താണ് പറയുന്നത്? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലെ സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ്, ഒരു ഗ്യാസ് ഒരു വെള്ളത്തിൽ നമ്മൾ സോളിബിൾ ആക്കുകയാണ്. സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഏതിലാണ്? ഇൻ എ ലിക്വിഡ്. അതെന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദി ഗ്യാസ്. അതായത് സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? സോളിബിലിറ്റി കൂടും എപ്പോൾ? പ്രഷർ കൂടിയാൽ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സോളിബിലിറ്റിയും പ്രഷറും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് സോളിബിലിറ്റി എപ്പോഴാണ് കൂടുക? പ്രഷർ കൂടുമ്പോൾ. പ്രഷർ കുറഞ്ഞാൽ സോളിബിലിറ്റി കുറയും. ഇതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഒന്നുകൂടി നമ്മൾ കോമൺ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മളിത് പറയുക. ഇതാണ് ഹെൻറീസ് ലോ. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഇത് വേണം എഴുതാനായിട്ട്. ഈ ഒരു മാത്തമാറ്റിക്കൽ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ എഴുതണം. ഈ ഡെഫിനേഷൻ വേണം നിങ്ങൾക്ക് എഴുതാൻ. നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് ആയിട്ടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഫ്ലോ ചാർട്ടൊക്കെ പോലെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലിതാണ് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്. അതായത് നമ്മളൊരു ഗ്യാസ് വേപ്പർ ഫേസിലാന്ന് പറഞ്ഞാൽ എന്താ? ആ ഗ്യാസ് നമ്മൾ വെള്ളത്തിലേക്കാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. വേപ്പറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്യാസിൻ്റെ ഫോം, ഇപ്പോൾ വേപ്പർ ഫോമിലാന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഗ്യാസ് ഇപ്പോൾ ലിക്വിഡിൻ്റെ കൂടി ചേർന്നിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗ്യാസ്, വേപ്പർ ഫേസിലുള്ള ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂഷൻ. മോൾ ഫ്രാക്ഷൻ നമ്മൾ കൈ അല്ലെങ്കിൽ സൈ എന്നൊക്കെ പറയണവരുണ്ട്. കൈ എന്നാണ് നമ്മൾ ഇതിൻ്റെ പറയുക. ഒരു എക്സ് പോലെ എടുക്കുക. ഈ എക്സ് എന്താണ്? മോൾ ഫ്രാക്ഷൻ ആണ്. അതായത് ഇവിടെ നമ്മൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ കേസിൽ ഇപ്പോൾ നമ്മൾ വെയിറ്റ് കൂട്ടി അല്ലേ? വെയിറ്റ് കൂട്ടി എന്ന് പറഞ്ഞാൽ പ്രഷർ കൂട്ടിയപ്പോൾ എന്താ സംഭവിക്കുക? ഇത് രണ്ടും കൂടി ചേർന്നിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. കോൺസെൻട്രേഷൻ കൂടാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗാഢത അല്ലേ? അതായത് ഗ്യാസും ലിക്വിഡൊക്കെ കൂടി ചേർന്ന് നല്ല കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടി. അപ്പോൾ പ്രഷർ കൂടുന്തോറും കോൺസെൻട്രേഷൻ കൂടിയിട്ട് അവിടെ സോളിബിളായി. അപ്പോൾ നമുക്കിവിടെ എന്താ? കോൺസെൻട്രേഷൻ കൂടി എന്ന് പറയുമ്പോൾ അവിടെ മോൾ ഫ്രാക്ഷൻ, മോൾസിൻ്റെ എണ്ണം അവിടെ കൂടും അല്ലേ? കാരണം ഗ്യാസും ലിക്വിഡൊക്കെ കൂടി ചേർന്നേക്കാണ്. അപ്പോൾ പ്രഷർ കൂടുന്തോറും സോളിബിലിറ്റി കൂടുന്നു, കോൺസെൻട്രേഷൻ കൂടുന്നു, ഒപ്പം എന്തും കൂടി കൂടുന്നു? മോൾ ഫ്രാക്ഷൻ കൂടുന്നു. അതാണ് നമുക്ക് ഹെൻറി പറഞ്ഞത്. അതായത് ഒരു ഗ്യാസ്, വേപ്പർ ഫേസിലുള്ള ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുന്തോറും ഇത് എന്തിന് പ്രൊപ്പോർഷനാണ്? അതിൻ്റെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷനാന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ കൂട്ടിയാൽ അതിൻ്റെ സോളിബിലിറ്റി കൂടുന്നു. എന്താണ് കൂടുന്നത്? ആദ്യം സോളിബിലിറ്റി കൂടും. കാരണം എന്താ? അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു, ഒപ്പം മോൾ ഫ്രാക്ഷൻ കൂടി കൂടും. ഇത് നമ്മൾ ഇങ്ങനെയാണ് പറയുക. പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. പ്രഷർ കൂടുമ്പോൾ അതിൻ്റെ സോളിബിലിറ്റി കൂടിയിട്ടാണ് മോൾ ഫ്രാക്ഷൻ കൂടുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഈക്വലിറ്റി കൊടുക്കുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വരുന്നു. ഇതാണ് KH എന്നാണ് പറയുക. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് എന്നാണ് പറയുക. സോ എന്താണ് ഹെൻറീസ് ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ എഴുതുക. P = KH ഇൻറ്റു സൈ. അതായത് ഈ KH എന്ന് പറഞ്ഞാൽ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു ഡെഫിനേഷൻ എഴുതുക, ഈ എക്സ്പ്രഷൻ എഴുതുക. ഇനി നമുക്കിവിടെ അറിയേണ്ടത് ഓരോ ഗ്യാസിനും ഓരോരോ KH ആയിരിക്കും. ഡിഫറെൻറ്റ് KH വാല്യൂസ് ആണ് ഓരോന്നിനും വരിക. അതായത് എല്ലാവർക്കും ഒരുപോലെയല്ല. ഓരോ ഗ്യാസിൻ്റെ സ്വഭാവം അനുസരിച്ച് KHൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ അറിഞ്ഞിരിക്കുന്നത് ഒരു കേസ് ഇതാണ്. അതായത് പ്രഷർ കൂടുന്തോ നമ്മളൊരു പ്രഷർ എടുത്തു, അവിടെ സോളിബിലിറ്റി അതായത് ഈ KHൻ്റെ വാല്യൂ കൂടുന്തോറും ടെമ്പറേച്ചർ ഉണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ആലോചിച്ചാൽ മതി. ടെമ്പറേച്ചർ കൂടിയെന്നുണ്ടെങ്കിൽ അവിടുത്തെ KHൻ്റെ വാല്യൂ എന്താണ്? ഇൻക്രീസ് ചെയ്യും. KHൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ സോളിബിലിറ്റി കുറയും. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളിപ്പോൾ എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞത്? അതായത് ഇതാണ് നമ്മൾ പറഞ്ഞത്. ടെമ്പറേച്ചർ കൂടുന്തോറും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ്റെ ടെമ്പറേച്ചർ കൂട്ടി, നമ്മളിപ്പോൾ പ്രഷറിൻ്റെ കേസ് പറഞ്ഞു. എന്താ നമ്മൾ പഠിച്ചത്? പ്രഷർ കൂടുന്തോറും സോളിബിലിറ്റി കൂടുന്നു, മോൾ ഫ്രാക്ഷൻ കൂടുന്നു. ഇനി ടെമ്പറേച്ചർ എങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുന്തോറും അവിടുത്തെ KHൻ്റെ വാല്യൂ കൂടും. KHൻ്റെ വാല്യൂ കൂടിയാൽ സോളിബിലിറ്റി കുറയും. സോളിബിലിറ്റി കുറഞ്ഞാൽ അവിടുത്തെ മോൾ ഫ്രാക്ഷനും എന്താവും? കുറയും. സോ പ്രഷർ കൂടിയാൽ എന്താണ്? സോളിബിലിറ്റി കൂടും. പക്ഷേ ടെമ്പറേച്ചർ കൂടിയാൽ സോളിബിലിറ്റി കുറയും. ഇങ്ങനെ കിട്ടാൻ അതിൻ്റെ അർത്ഥം കുറഞ്ഞു എന്നാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അക്വാറ്റിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫിഷൊക്കെ ഉണ്ടല്ലോ, അതായത് വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ഉള്ളവർക്ക് കൂടുതലും കംഫർട്ടബിൾ കോൾഡ് വാട്ടറാണ്. അതായത് ടെമ്പറേച്ചർ കുറവല്ലേ? കോൾഡ് വാട്ടർ എന്ന് പറയുമ്പോൾ അവിടെ ചൂടില്ല, ചൂട് കുറവാണ്. അപ്പം ടെമ്പറേച്ചർ കുറഞ്ഞു എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? സോളിബിലിറ്റി എന്താവും? ടെമ്പറേച്ചർ കുറയും തോറും സോളിബിലിറ്റി കൂടും. സോ ടെമ്പറേച്ചർ കൂടുന്തോറും ടെമ്പറേച്ചർ കൂടിയാൽ സോളിബിലിറ്റി കുറയും
കുറയും എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കുറയ്ക്കണം. കോൾഡ് വാട്ടറിലാണ് ഈ അക്വാറ്റിക് സ്പീഷീസിനൊക്കെ സോൾബിൾ ആക്കാനായിട്ട് പറ്റുള്ളൂ. അവിടെ അവർക്ക് ഓക്സിജനൊക്കെ അവർക്ക് കിട്ടുന്നത് ടെമ്പറേച്ചർ കുറയുമ്പോഴാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് ലിക്വിഡ്. അപ്പോൾ നമ്മളിതിൽ മെയിൻ കണ്ടൻറ്റ് പ്രഷർ കൂടണം. പ്രഷർ കൂടിയാലാണ് സോളിബിലിറ്റി കൂടുള്ളൂ. പക്ഷേ ടെമ്പറേച്ചർ കുറയ്ക്കണം, അപ്പോഴാണ് സോളിബിലിറ്റി കൂടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ അപ്ലിക്കേഷൻസ്, അപ്പോൾ നമുക്ക് ഇതിന് ചോദിക്കുന്നത് വാട്ട് യു മീൻ ബൈ ഹെൻറീസ് ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ, അത് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ നമ്മൾ സോഡ വാട്ടറൊക്കെ എടുക്കുക, സോഡ ഒക്കെ നമ്മൾ പൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വരില്ലേ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓൾറെഡി പ്രഷർ, അതായത് ആ മൂടി നമ്മൾ അതിൻ്റെ ആ ഒരു സോഡ വാട്ടറിൻ്റെ ഒക്കെ മൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അതായത് ഹൈ പ്രഷറിലായിരിക്കും അത് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഹൈ പ്രഷർ അവിടെ കൊടുത്തത് കൊണ്ടാണ് അവിടെ ഉള്ള കണ്ടൻറ്റൊക്കെ സോൾബിൾ ആയത്. പെട്ടെന്ന് നമ്മളത് തുറക്കുമ്പോൾ പ്രഷർ കുറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തോട്ട് വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിബിലിറ്റി CO2 അതായത് എന്തിനാണ് ഇങ്ങനെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അല്ലെങ്കിൽ സോഡ വാട്ടറിലൊക്കെ ആ മൂടി ഇത്ര ടൈറ്റുള്ളത് കൊടുക്കണമെന്ന് വെച്ചിട്ടാണ്, അതായത് സോളിബിലിറ്റി കൂട്ടാൻ ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ആ ഒരു ഓക്സിജൻ, ആ ഒരു ഗ്യാസ് ആ ഒരു വെള്ളത്തിൽ, ആ ഒരു ലിക്വിഡിൽ നന്നായി സോളിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു നല്ല ഹൈ പ്രഷറിൽ ഇങ്ങനെ സീൽ ചെയ്തിട്ടുണ്ടാവും ആ ബോട്ടിൽ. അത് പെട്ടെന്ന് നമ്മൾ തുറക്കുമ്പോൾ എന്ത് സംഭവിക്കുക, പ്രഷർ കുറയുക. അപ്പോൾ ഇവിടെ ഹൈ പ്രഷർ കൊടുത്തിട്ട് അതിൻ്റെ സോളിബിലിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ആരുടെ സോളിബിലിറ്റിയാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആ ഒരു ഡ്രിങ്ക്സിൽ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ തുറക്കുമ്പോൾ ആ ഒരു പ്രഷർ കുറയുന്നു, സോളിബിലിറ്റി കുറയുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്കിൽ അത്ര ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടി കൊടുക്കാൻ കാരണം ഹൈ പ്രഷർ കൊടുത്തിട്ട് അവിടുത്തെ സോളിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അടുത്തൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമ്മളിതിൽ എന്തിട്ട് എഴുതുക, ടു ഇൻക്രീസ് ദ സോളിബിലിറ്റി ഓഫ് CO2 ഇൻ സോഫ്റ്റ് ഡ്രിങ്ക് ഓർ സോഡ വാട്ടർ ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ സ്ക്യൂബ ഡൈവേഴ്സിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. അതായത് അവർ ബെൻഡിങ് ഒഴിവാക്കുക എന്ന് പറയുക. അതായത് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. അവർക്ക് ഇതുപോലെ ശ്വാസം വലിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ബെൻഡ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ. ബെൻഡ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ പ്രത്യേകത, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിതുപോലെ ഒരു ഓക്സിജൻ സിലിണ്ടർ അവർ ക്യാരി ചെയ്യും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടിയിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓഷ്യൻസ് കടലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ നല്ല ഹൈ പ്രഷറാണ്. ഹൈ പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ സോളിബിൾ ആണ്. അതായത് ഇവരെ രക്തത്തിലൊക്കെ ഈ ഓക്സിജനും നൈട്രജനും, നമുക്കറിയാം സാധാ ഒരു ഓക്സിജനിൽ എയർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും, ഓക്സിജനും നൈട്രജനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹൈ പ്രഷർ ആയതുകൊണ്ട് തന്നെ ഈ ഓക്സിജൻ നൈട്രജൻ ഈ ഗ്യാസുകളൊക്കെ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ്, അതാണ് ലിക്വിഡ് അല്ലേ, ആ ബ്ലഡിലൊക്കെ നന്നായി സോളിബിൾ ആവും. എല്ലാ ഭാഗത്തേക്കും ഈ ഓക്സിജൻ നൈട്രജനൊക്കെ എത്തും. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ ഏതൊക്കെ നന്നായി സോളിബിൾ ആവുണ്ടാവും, ഈ ഓക്സിജൻ നൈട്രജനൊക്കെ നന്നായി സോളിബിൾ ആവും. പെട്ടെന്ന് അവർ മുകളിലോട്ട് വരുമ്പോൾ ഈ സോളിബിൾ ആയിട്ടുള്ളതൊക്കെ പ്രഷർ കുറയുമല്ലോ. വെള്ളത്തിൻ്റെ അടിയിൽ പ്രഷർ കൂടുതലാണ്, മുകളിലോട്ട് വരുമ്പോൾ പ്രഷർ കുറവാണ്. അപ്പോൾ സോളിബിൾ ആയിട്ടുള്ള ഈ ഓക്സിജൻ നൈട്രജനൊക്കെ അതുപോലെ തന്നെ സോളിബിലിറ്റി ഒക്കെ കുറഞ്ഞിട്ട് നമ്മുടെ ബോഡിയുടെ പല പല ഭാഗത്ത് ബബിൾസ് ഉണ്ടാക്കും. പ്രഷർ പെട്ടെന്ന് അങ്ങോട്ട് കുറയുമ്പോൾ ഓൾറെഡി സോളിബിൾ ആയിട്ടുള്ളവരൊക്കെ തിരിച്ച് വരികയാണ്. അപ്പോൾ അതായത് നമ്മൾ ജോയിൻറ്റുകളിലും അവിടെയൊക്കെ ചില ബബിൾസ്, ഈ നൈട്രജൻ്റെ ഒക്കെ ബബിൾസ് ഉണ്ടാവും. ആ ബബിൾസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതൊരു മെഡിക്കൽ, അതാണ് ബെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടിയിൽ നിന്ന് ഹൈ പ്രഷറിൽ നിന്ന് പെട്ടെന്ന് ലോ പ്രഷറിലോട്ട് ഇവർ വരുമ്പോൾ ഇവരെ ബ്ലഡിൽ ഈ നൈട്രജൻ്റെ ബബിൾസ് വരും. അതാണ് ബെൻഡിങ്. അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. ആൾക്ക് എന്തെങ്കിലും അപകടം അടക്കം വരാം. അപ്പോൾ അതുകൊണ്ട് ഇവരൊരു ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്യും. അതിൽ നൈട്രജൻ്റെ എമൗണ്ട് കുറവായിരിക്കും, ഹീലിയം കൂടി അവർ ആഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അണ്ടർ ഹൈ പ്രഷറിലാണെങ്കിലും സോളിബിൾ ആണെങ്കിലും പെട്ടെന്ന് അവർ മുകളിലോട്ട് വരുമ്പോൾ നൈട്രജൻ ബബിൾസ് അത്രയൊന്നും ഉണ്ടാവില്ല, കാരണം നൈട്രജൻ്റെ അളവ് കുറവായിരിക്കും ആ ഒരു സിലിണ്ടറിൽ. സോ എന്താ നമ്മൾ പറയുക, ഇവിടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ബെൻഡ്സ് ഒഴിവാക്കുക, ടു അവോയ്ഡ് ബെൻഡ്. ഇതും ഒരു ഈ സോളിബിലിറ്റിയുടെ ഒരു അപ്ലിക്കേഷനാണ്, ടു അവോയ്ഡ് ബെൻഡ്. ബെൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെഡിക്കൽ കണ്ടീഷൻ വിച്ച് ഈസ് എ പെയിൻഫുൾ ആൻഡ് ഡേഞ്ചറസ്. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അവിടെ എന്ത് സംഭവിക്കുന്നത്, ബബിൾസ് ഓഫ് നൈട്രജൻ ഇൻ ദ ബ്ലഡ്, അതാണ് ബെൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, അതായത് അടിയിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഒക്കെ അടിയിൽ ഹൈ പ്രഷറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാരി ചെയ്യുന്ന സിലിണ്ടറിൽ നൈട്രജൻ എമൗണ്ടും ഹീലിയത്തിൻ്റെ എമൗണ്ടും ഒക്കെ കൂട്ടും. നൈട്രജൻ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. നൈട്രജൻ്റെ അളവ് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 56
60% ആക്കുള്ളൂ. അതിൻ്റെ കൂടെ ഹീലിയം കൂടി ആഡ് ചെയ്യും. അപ്പോൾ അത്രത്തോളം ബബിൾസ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ പെട്ടെന്നൊന്നും അവർ വരില്ല. അവർ മെല്ലെ ഒരു സ്ലോ ചെരിഞ്ഞിട്ടൊക്കെയാണ്. അവർക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും. അതിന് പ്രകാരം അവർക്ക് മുകളിലോട്ട് വരാൻ പാടുള്ളൂ. പെട്ടെന്നൊന്നും അവർക്ക് മുകളിലോട്ട് വരാൻ പാടില്ല. കാരണം അടിയിൽ ഹൈ പ്രഷറാണ്. പ്രഷർ കൂടുമ്പോൾ നമുക്കറിയാം സോലിബിലിറ്റി കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രഷറും നമുക്ക് ടോപ്പിലേക്ക് വരുമ്പോൾ പ്രഷർ അവിടെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ചെരിഞ്ഞിട്ടൊക്കെ വളരെ സാവധാനം വരുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയേണ്ടത്, രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു അവോയ്ഡ് ബെൻഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ യൂസ് ചെയ്യുന്ന ടാങ്കിൽ എന്തുണ്ടാവും, അതിൽ ഹീലിയവും നൈട്രജനും ഓക്സിജനാണ് ഉണ്ടാവുക. ഹീലിയത്തിൻ്റെ എമൗണ്ട് നമ്മൾ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അത്ര വേണം നമ്മൾ ഇതിലായിട്ട് എഴുതാൻ. സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ കേസ് കേട്ടോ. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ്, നമ്മൾ നല്ല ഇപ്പോൾ മൂന്നാർ റൂട്ട് അങ്ങനെ നല്ല ഉയരങ്ങളിലൊക്കെ ഉള്ള ഒരു ഏരിയയിൽ അവിടെ എന്താണ് പ്രഷർ കുറവാണ്. നമുക്കറിയേണ്ടത് വെള്ളത്തിൻ്റെ ഒക്കെ അടിയിലാണെങ്കിൽ പ്രഷർ കൂടുതലും ഏറ്റവും ടോപ്പിൽ പ്രഷർ കുറവാണ്. പ്രഷർ കുറയുമ്പോൾ സോളിബിലിറ്റി കുറയും, നമുക്ക് ഓക്സിജൻ്റെ എമൗണ്ട് കുറയും. അതാണ് നമ്മളിവിടെ ഒരു അസുഖം നമ്മൾ അതിന് പറയും അനോക്സിയ എന്ന് പറയും. അനോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉയരങ്ങളിൽ പ്രഷർ കുറവായതുകൊണ്ട് തന്നെ സോളിബിലിറ്റി കുറവ്. അപ്പോൾ ഓക്സിജൻ ഒന്നും നമുക്ക് അധികം കിട്ടില്ല. അപ്പോൾ നമ്മുടെ ബ്ലഡിലൊന്നും ഓക്സിജൻ്റെ കണ്ടൻറ്റ് സോളിബിൾ ആവില്ല. ബ്ലഡിൽ ഓക്സിജൻ കുറവായിരിക്കും. ഓക്സിജൻ എന്ന് പറഞ്ഞൊരു ഗ്യാസ് ആണല്ലോ. ഈ ഗ്യാസ് ബ്ലഡ് എന്ന് പറഞ്ഞ ലിക്വിഡ് അല്ലേ, ആ ഗ്യാസ് ലിക്വിഡിൽ വല്ലാണ്ട് സോളിബിൾ ആവില്ല, പ്രഷർ കുറവല്ലേ. അതാണ് അനോക്സിയ. അപ്പോൾ അനോക്സിയ നമ്മൾ നല്ല ഹൈറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാനൊക്കെ അങ്ങനെ പറയാറുണ്ട്. അനോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീക്കാവുക, നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി വീക്കാവുകയൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. സോ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ലോ പ്രഷറാണ്. അതെന്ത് സംഭവിക്കുന്നത്, ഈ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് O2 അല്ലേ, ലോ ഓക്സിജൻ ആക്കും. നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ്റെ എമൗണ്ട് കുറയും. അതാണ് അനോക്സിയ. ഇതൊക്കെ എന്താണ്, സോളിബിലിറ്റിയുടെ ബേസിലാണ്, അല്ലെങ്കിൽ ഹെൻട്രീസ് ലോയുടെ ബേസിലാണ്. ഹെൻറി പറഞ്ഞു ഹൈ പ്രഷറിൽ സോളിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതാണ് സോഡ വാട്ടറിൽ ചെയ്യുന്നത്. പിന്നെ സ്ക്യൂബ ഡൈവേഴ്സിന് അടിയിൽ ഹൈ പ്രഷറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോളിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അവർക്ക് ബെൻഡ് ഉണ്ടാവും. അതും ഹെൻട്രീസ് ലോൻ്റെ ബേസിലാണ്. അതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പ്രഷർ കുറവാണ്. സോ ലോ ഓക്സിജൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അനോക്സിയ ഉണ്ടാവും. അതായത് തിങ്കിങ് കപ്പാസിറ്റി കുറയുക, ടയേർഡ് ആവുക. അപ്പോൾ ഈ 3 അപ്ലിക്കേഷൻസ് ആണ് എന്തുള്ളത്, ഹെൻട്രീസ് ലോയുടെ ബേസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തൊക്കെ നമ്മൾ പറഞ്ഞു, ഹെൻട്രീസ് ലോ എന്താണെന്ന് പറഞ്ഞു, ഹെൻട്രീസ് ലോയുടെ അപ്ലിക്കേഷൻസ്, ഈ 3 നിങ്ങൾ പഠിക്കണം. നിങ്ങൾ കയ്യിൽ ഇത് ഞാനിപ്പോൾ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ലൈൻസ് ഇവിടെ കാണിക്കാം. നിങ്ങളിപ്പോൾ ഇത് കംപ്ലീറ്റ് എഴുതണമെന്നില്ല. ഇതൊക്കെയാണ് 3 അപ്ലിക്കേഷൻസ്. സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ബെൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ അനോക്സിയ, ഈ 3 അപ്ലിക്കേഷൻസ്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനൊക്കെയുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ഹെൻട്രീസ് ലോയുടെ ബേസിൽ. അപ്പോൾ നമുക്കത് അടുത്തൊരു വീഡിയോയിൽ പറയാം. സോ സോളിബിലിറ്റി എന്താണ്, ഹെൻട്രീസ് ലോ എന്താണ്, അതിൻ്റെ 3 അപ്ലിക്കേഷൻസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടുത്തൊരു പാർട്ട് നമുക്ക് നോക്കാം. അതും കൂടി കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പാഠം കഴിയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു പാർട്ടിൽ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്ന കുറച്ച് ഗ്രാഫുകളൊക്കെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. അതും കൂടി കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു പാർട്ടിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.